ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നെത്തോലി കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് 1 കിലോ നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ ടൊമാറ്റോയാണ് വേണ്ടത്. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. പിന്നെ ഒരു 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. മീഡിയം സവോളയാണെങ്കിൽ 4 എണ്ണമൊക്കെ എടുക്കാം. 3 വലിയ സവോളയും പിന്നെ വേണമെങ്കിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വഴറ്റാനായിട്ടാണ് ആവശ്യം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ആ നെത്തോലി എടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ നമുക്ക് ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 ടീസ്പൂണോളം അളവ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂടെ കൂട്ടാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂണോളം അളവ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ, ആ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലാസൊക്കെ എല്ലായിടത്തും പിടിക്കണം. എന്നിട്ട് ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. ഒരു 10-15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ പുറത്ത് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് തലേന്ന് നിങ്ങൾക്ക് മസാല വച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ നെത്തോലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും അപ്പുറത്തെ സൈഡ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് കുറച്ചൊന്ന് ഷാലോ ഫ്രൈ കണക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. എന്നാലേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ നമ്മുടെ അത് കഴിക്കുമ്പോഴേക്കും. അപ്പം നമ്മുടെ നെത്തോലി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ കണക്ക് ബാക്കിയുള്ള നെത്തോലി എല്ലാം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളതിലേക്ക് ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം അളവ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം അളവ് കടുകിട്ട് ഒന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, വലിയ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെറിയൊരു ഇതാവുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇച്ചിരി ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റും പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സവോള നന്നായിട്ട് വഴന്ന് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ അങ്ങനെ അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ 2 മിനിറ്റ് കഴിയും തോറും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് മിക്സ് കൊടുക്കുക, അല്ലെങ്കിൽ അടിക്കൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം അളവ് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചാലും കുഴപ്പമില്ല.
എന്നിട്ട് ഇതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടി ചേർക്കുന്നു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം അളവ് ഗരം മസാല, 1 ടേബിൾ സ്പൂണോളം അളവ് പെരിഞ്ജീരക പൊടിയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മണം തന്നെ വരുന്നുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റുമ്പോഴേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരക പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ പച്ച പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ സമയത്ത് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചതച്ചിട്ട് വേണം നമ്മൾ ആ സവോള ഇടുന്ന, ആ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്ന ആ പേസ്റ്റ് ഇടുന്ന ആ സമയത്ത് തന്നെ ആ ഇതും കൂടെ ഇട്ട് കൊടുക്കുക. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെ പച്ച പെരിഞ്ജീരകം ചതച്ചിടുന്നത്. 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഏതാണ്ട് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ 2 വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഈ ടൊമാറ്റോയും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ അടച്ച് വെക്കുമ്പോഴേക്കും ടൊമാറ്റോ നന്നായിട്ട് കുക്കാവും. അത് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കുമ്പോഴേക്കും അത് ഉടഞ്ഞ് കിട്ടത്തക്ക പാകത്തിന് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടൊമാറ്റോ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ ടൊമാറ്റോക്ക് ഏതാണ്ട് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുത്തിട്ട് കുറച്ച് 2 മിനിറ്റ് കൂടെ അടച്ച് വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ആ സ്പൂൺ ഉണ്ടല്ലോ, നമ്മുടെ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഉടച്ചു കൊടുക്കുമ്പോഴേക്കും ടൊമാറ്റോയൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരും. ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഉടഞ്ഞതിന് ശേഷം അപ്പോൾ ഇപ്പോൾ ഉപ്പ് നോക്കുമ്പോഴേക്കും ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മീനും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോഴേക്കും ഉപ്പ് ബാലൻസ്ഡ് ആണോ, അല്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും നമുക്ക്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മീൻ ഇടുമ്പോഴേക്കും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നുത്തോലി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നെത്തോലിയൊക്കെ ഇട്ടിട്ട് ഒത്തിരി നന്നായിട്ട് ഇളക്കി സ്പൂണൊക്കെ ഇട്ടിട്ട് കുത്തി മറിക്കരുത്. മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുഞ്ഞു മീനല്ലേ, നമ്മൾ ജസ്റ്റ് ഷാലോ ഫ്രൈയും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവറും ആ മസാലയുടെയൊക്കെ ഫ്ലേവറോ അതൊക്കെ ആ മീനിൽ പിടിക്കും. അപ്പോഴേക്കും ഒരു നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴേക്കും നമ്മുടെ ആ സൈഡിലൊക്കെ അങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെത്തോലി ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓഫ് ചെയ്തിട്ട് ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള നല്ലൊരു നെത്തോലിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.